നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോയിട്ട് വരാം. ശരി വന്നേക്കണേ. അമ്മ കാത്തിരിക്കും. മോള് വേഗം വരണേ. ശരി ഗോവിന്ദ്. ശരി എന്നാ. കവിത പറഞ്ഞത് സത്യമാണോ? നീ എന്താ വിരളി പിടിച്ച പോലെ? എങ്ങനെ വിളറി പിടിക്കാതിരിക്കും? ലച്ചുവിന് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന്. ഈശ്വര, അതൊരു നല്ല കാര്യല്ലേ? ഇതിന്റെ പേരിൽ ആ പാവം കുട്ടി എന്തൊക്കെ അനുഭവിച്ചു. എന്തനുഭവിച്ചെന്ന് അമ്മ ഈ പറയുന്നേ? സത്യത്തിൽ അവളല്ലേ സഞ്ജുവിന്റെ ശരിക്കുള്ള ഭാര്യ. അവൻ രണ്ടാമതും കെട്ടിയതുകൊണ്ട് രണ്ടാം കെട്ടുകാരി എങ്ങനെ അവന്റെ ഭാര്യയാവും? നീ കുളം കലക്കി മീൻ പിടിക്കാനാ നോക്കുന്നത്. മംഗലശ്ശേരിക്കാർക്കെതിരെ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ തടയില്ല ഗൗരി. ആ കുടുംബം അസ്തമിച്ചു പോകാൻ തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്ക് അവളോടുള്ള സെന്റിമെന്റ്സ് എനിക്കും ലച്ചുവിനോടുണ്ട്. ഞാനീ കണ്ട ലോകം മുഴുവൻ അലഞ്ഞിട്ടും എന്റെ അമ്മയെ കണ്ടെത്തി സംരക്ഷിച്ചവളാ അവള്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അവള് ശത്രുപക്ഷത്ത് നിന്നാൽ എന്ത് ദയാദാക്ഷിണ്യമാ ഉള്ളത്? മഹാഭാരത യുദ്ധം പോലും നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ? നീ ആരെ എന്തു ചെയ്താലും ഞാൻ ചോദിക്കാൻ വരില്ല. പക്ഷേ ലച്ചുവിന് ദോഷം വരുന്ന ഒന്നും നീ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല. ഈ വീട് വിട്ട് ഞാൻ പോകും. നീ അത് ഓർത്തു വെച്ചോ. അപേക്ഷയോ യാതനയോ ഒന്നുമല്ല. ചക്രപാണി ജോത്സ്യൻ പറഞ്ഞത് അമ്മ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞതാണോ? എന്നെയും വിളിച്ച അമ്മയല്ലേ അയാളെ കാണാൻ പോയത്? ദേ, ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇനി സഞ്ജുവിന്റെ പിന്നാലെ ഭാര്യയെന്നും പറഞ്ഞ് അവൾ പോകില്ല. പക്ഷേ അവൾ പഴയ അമ്മുവായി മംഗലശ്ശേരിയിൽ തന്നെ ഉണ്ടാവും. സ്വാതി അവളെ കഥയറിയാതെ കൊണ്ടുപോകും. അവിടേക്കല്ലാതെ ആരോരും ഇല്ലാത്ത ആ പാവം പെണ്ണിന് എവിടെ പോകാനാകും? അവളെ എനിക്ക് എന്റെ കൂടെ നിർത്തണം. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൾ മംഗലശ്ശേരിയിൽ തിരിച്ചു പോകരുത്. ഞാനത് തടയും. ഭ്രാന്ത് പിടിച്ച മനസ്സുമായി നിൽക്കുന്ന നിന്നോട് ഞാൻ ഇനി എന്തു പറയാനാ? സ്നേഹം എന്നൊരു വികാരം നിനക്കില്ല. എന്താണമ്മേ സ്നേഹം? എന്നെ പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞിരുന്ന വർമാജി പോലും എന്നെ കൈവിട്ടു പോയി. സ്നേഹത്തിന്റെ പ്രതിഫലനം കണ്ണീരല്ലേ? നേടിയിട്ടായാലും നഷ്ടപ്പെട്ടിട്ടായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.